എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകളിലൊക്കെ വലിയ കടബാധ്യതകൾ ഉണ്ടാകുന്നതെന്നും അതിൽ നിന്നും പ്രധാനമായിട്ടും പുറത്തു വരാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. നിങ്ങളുടെ പരിചയത്തിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ടാവും, വലിയ ബാധ്യതയാണ് ബിസിനസ് ചെയ്ത് വലിയ ബാധ്യതയിലേക്കൊക്കെ എത്തി എന്നുള്ളത്. എന്തുകൊണ്ടാണ് ശരിക്കും ഈ ബാധ്യതകൾ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡെപ്റ്റ് ഓവർ ബേർഡൻ അഥവാ വലിയ കടക്കണിയിലാകുക എന്ന് പറയുന്നത് ഏത് കമ്പനിയും ശരിക്കും മരണപ്പെടുന്ന, അല്ലെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവസാനം എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് നീങ്ങുന്ന ഒരു പ്രത്യേക സാഹചര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇത് പലപ്പോഴും ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കും. ബിസിനസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീനെ എല്ലാം ബാധിക്കുന്ന ഒരവസ്ഥ വരും. ഇതിൻ്റെ മുഖ്യമായ കാരണം എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം ഡെസ്പറേറ്റ് ബോറോവിങ് എന്ന് പറയും. അതായത് വ്യക്തമായ പ്ലാനിങ് ഇല്ലാതെ കടമെടുക്കുന്നത് കൊണ്ട്. കടമെടുക്കുന്ന സമയത്ത് ആ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോ കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ പറ്റി വ്യക്തമായ ധാരണയോ പ്രോഫിറ്റബിലിറ്റിയെ പറ്റി കറക്റ്റായ ധാരണയോ സെയിൽസിൻ്റെയോ കറൻറ്റ് മാർക്കറ്റ് സിറ്റുവേഷനെ പറ്റി വ്യക്തമായി പഠിക്കാതെ കടമെടുത്ത് ഡെപ്റ്റ് ഓവർ ബേർഡനിലേക്ക് എത്തുന്ന ട്രാപ്പിൽ പെടുന്ന അവസ്ഥ. നമ്മൾ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കണം എല്ലാ ബിസിനസ്സുകാരും, ശരിയാണ്. പക്ഷെ അതോടൊപ്പം റിയാലിറ്റി എന്താണെന്ന് ബോധ്യപ്പെട്ടും കൂടെ വേണം പോകാൻ. നമുക്കിന്ന് നിൽക്കുന്നതിൽ നിന്നും ഒറ്റയടിക്ക് ഭയങ്കരമായിട്ട് വളരണം, അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞൊക്കെയാണ് പല ആൾക്കാരും ഹെവി റിസ്ക് എടുക്കണം. ഇന്നത്തെ മാർക്കറ്റ് സിനാരിയോ കൂടെ മനസ്സിലാക്കി ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും ഒരു സ്ഥാപനത്തിന് എപ്പോഴും അഭികാമ്യമായിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വെൽ പ്ലാൻഡ് സ്ട്രാറ്റജി ഇല്ലാതെ കടമെടുത്ത് ഇൻസോൾവൻസി അല്ലെങ്കിൽ ബാങ്ക്രപ്സി അല്ലെങ്കിൽ പാപ്പരാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ആ ഒരു രീതിയാണ് ഇവിടെ ഡെസ്പറേറ്റ് ബോറോവിങ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാരണം കൊണ്ടുണ്ടാകുന്നത്. 2, പ്രൊഡക്റ്റ് മാർജിൻ ലെസ് ദാൻ ഫിനാൻസ് കോസ്റ്റ്. പലപ്പോഴും കടമെടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ കടമെടുത്ത് ബിസിനസ് ചെയ്യുമ്പോൾ ആ കടത്തിന് വേണ്ടി കൊടുക്കുന്ന ഇൻട്രസ്റ്റിനേക്കാളും കുറവായിരിക്കും വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ മാർജിൻ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ 100 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുന്നു, നമുക്ക് ഏതാണ്ട് 95 രൂപ കോസ്റ്റ് വരുന്നുണ്ട്, 5 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ. ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളെടുത്തിരിക്കുന്ന കടം ചിലപ്പോൾ വലിയ ഇൻട്രസ്റ്റിലുള്ളതായിരിക്കും. 24-25% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റുള്ള കടം എടുത്തിട്ടൊക്കെയാണ് ആൾക്കാർ ഇത്തരം ബിസിനസ് ചെയ്യണത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കുക, തീർച്ചയായിട്ടും നമ്മുടെ ക്യാഷ് ഫ്ലോയെ അവസാനം ബാധിക്കും. കാരണം നമ്മൾ ഈ ഫണ്ടിങ്ങിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ അടയ്ക്കുന്നുണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ മന്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിയിണങ്ങി പോകില്ലാത്ത അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പ് വരുത്തുക, നമ്മുടെ ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന മാർജിൻ ഫിനാൻസ് കോസ്റ്റിനേക്കാളും ബെറ്റർ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ ബിസിനസ് ചെയ്യുക. 3, മിസ്മാച്ച് ഓഫ് ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ഓൺട്രപ്രണേഴ്സും നോക്കുന്ന കാര്യം പ്രോഫിറ്റബിലിറ്റി, സെയിൽസ്, ക്യാഷ് ഫ്ലോനെ പറ്റി ചിന്തിക്കാറില്ല. പ്രോഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ ചിലപ്പോൾ ക്രെഡിറ്റും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഉണ്ടല്ലോ, ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഇതങ്ങ് ഭയങ്കരമായിട്ട് ബാധിക്കും. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർഫോം ഡെയിലി ബിസിനസ് ആക്ടിവിറ്റി ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ക്യാഷ് ഫ്ലോ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ, പ്രോപ്പറായിട്ട് പണമില്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത്, ലോൺ റീപേ ചെയ്യണതിനെ എല്ലാം ബാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ എക്സ്പെൻസ് കവർ ചെയ്ത് പോകാനുള്ള ക്യാഷ് ഫ്ലോ ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. അതാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇന്ത്യയിലെ വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ പലതും ബാങ്ക്രപ്റ്റൊക്കെ ആയിരുന്നു, പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ എത്തി. ഇതിൻ്റെയൊക്കെ കാരണം ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ്. ഇനി ബിസിനസ് എക്സ്പാൻഷൻ വിത്തൗട്ട് ഗ്രോസ് മാർജിൻ, ഇതും വലിയൊരു കടക്കണിയിലേക്ക് പോകാനുള്ള കാരണമായി മാറുന്നൊരു അവസ്ഥയുണ്ട്. ബിസിനസ് എക്സ്പാൻഷൻ വിത്തൗട്ട് ഗ്രോസ് മാർജിൻ എന്ന് പറയുമ്പോൾ വേണ്ടത്ര പ്രോഫിറ്റ് ഇല്ലാതെ, വേണ്ടത്ര മാർജിൻ ഇല്ലാതെ ബിസിനസ് ചെയ്യുമ്പോൾ, കാരണം ബിസിനസ് ആണെങ്കിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ട് ഒരുപാട് എക്സ്പെൻസസ് വന്നുകൊണ്ടിരിക്കും. ഇതിനെ കവർ ചെയ്യാൻ പറ്റുന്ന മാർജിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ മാർക്കറ്റിൽ നിന്ന് കടമെടുത്താലും അത് പ്രോപ്പറായിട്ട് തിരിച്ചടച്ചൊക്കെ വിജയിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ജനറലായിട്ട് നമുക്ക് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി വേസ് ടു കം ഔട്ട് ഫ്രം ഡെപ്റ്റ് അല്ലെങ്കിൽ ബാധ്യതയിൽ നിന്ന് പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, സെൽ നോൺ പെർഫോമിംഗ് അസറ്റ്സ്. നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ ചെക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് നമുക്ക് നോൺ പെർഫോമിംഗ് ആയിട്ട് നിൽക്കുന്ന അസറ്റ് എന്താണ്. ചിലപ്പോൾ അത് സ്ഥലമായിരിക്കാം, ചിലപ്പോൾ വാഹനമായിരിക്കാം, ചിലപ്പോൾ മെഷീനറി ആയിരിക്കാം. അത്രയും അങ്ങോട്ട് ഉപയോഗിക്കുന്നില്ല, അതിൽ നിന്ന് വേണ്ടത്ര റിട്ടേൺ കിട്ടാത്ത സാധനങ്ങളുണ്ടെങ്കിൽ വിറ്റ് കളഞ്ഞേക്കുക. അത് കാരണം നമ്മളിതൊരു ക്യാൻസർ പോലെ പടർന്ന് എല്ലായിടത്തേക്ക് എത്തുന്നേക്കാൻ മുമ്പ് ഈ ബാധ്യതയിൽ നിന്നും മോചിതമാവാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കുക. നല്ല സാഹചര്യങ്ങൾ വരും, നമുക്ക് പിന്നെയും മേടിക്കാമല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. 2, ലിസ്റ്റ് അപ്പ് യുവർ ലോൺസ്.
നമ്മുടെ ലോണുകൾ പല പല ലോണുകളുണ്ടെങ്കിൽ പല പേയ്മെൻറ്റുകൾ പോകാനുള്ളതുണ്ടെങ്കിൽ അതിനൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 10%, 15%, 18% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റുള്ള ലോണുകൾ നമുക്കുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം ഏതായിരിക്കണം, ഏറ്റവും കൂടിയത് 18% ആണെങ്കിൽ അതെങ്ങനെ തിരിച്ചടയ്ക്കാം, അതായിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ചിലപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ കൊളാറ്ററൽ കൊടുക്കാനായിട്ട് ഡോക്യുമെൻറ്റ്സ് ഇല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിയ ഇൻട്രസ്റ്റിനൊക്കെ ആദ്യം പണം എടുക്കേണ്ടി വരും. പക്ഷെ അത് ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് നമ്മളുടെ P&L അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ആ ഒരു ബാങ്ക് വഴി നമുക്ക് നാളെ ഒരു ലോൺ ചെറിയ എമൗണ്ടിന് കിട്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ പേപ്പർ സ്ട്രോങ് ആവും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് സ്ട്രോങ് ആവും. അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വൺസ് അതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലുള്ള ബാധ്യതകൾ കുറച്ച് കൊണ്ടുവരാനുള്ള പ്ലാനും കൂടി ഉണ്ടാവണം. അതിലും എപ്പോഴും ശ്രദ്ധിക്കണം. റീസ്ട്രക്ചർ എക്സിസ്റ്റിംഗ് ഡെപ്റ്റ് ഡ്യൂറേഷൻ ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാരണം ബാധ്യതകൾ പലതും ചിലപ്പോൾ വലിയ EMI കൊടുക്കുന്നത് ഡ്യൂറേഷൻ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ EMI കുറയ്ക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ലോണിനെ റീസ്ട്രക്ചർ ചെയ്യാനും സാധിക്കണം. അതിനുള്ള എക്സ്പേർട്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്കിപ്പോൾ വരുമാനം കുറവുള്ള സമയമാണെങ്കിൽ EMIകൾ എങ്ങനെ കുറയ്ക്കാം, ചിലപ്പോൾ കാലാവധി കൂട്ടനായിരിക്കും, ഡെപ്റ്റിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിക്കൊണ്ട് റീസ്ട്രക്ചർ ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കണം. നാലാമത്തെ കാര്യം, റീപ്ലേസ് യുവർ എക്സിസ്റ്റിംഗ് ലോൺ വിത്ത് ലോങ് ടൈം ഫൈനാൻസ്. ചിലപ്പോൾ അതൊക്കെ എന്താ വേണമെന്ന് വെച്ചാൽ നമ്മുടെ ലോണിനെ മാറ്റി ചിലപ്പോൾ കമ്പനിയിൽ ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർ കൊടുത്തുകൊണ്ട് ആ എമൗണ്ട് എടുത്ത് ആ ബാധ്യതകൾ ഒഴിവാക്കുക. ആ ഡെപ്റ്റിൻ്റെ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. മന്ത്ലി ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒഴിവായി വേറെ ആൾക്ക് ചിലപ്പോൾ കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യണമെന്നല്ലേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മുടെ ഓർഗനൈസേഷൻ കുറേയും കൂടെ ബെറ്റർ പൊസിഷനിലേക്ക് വരും. അഞ്ചാമത്തെ കാര്യം, സേവ് കോസ്റ്റ് ആൻഡ് ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ഹയർ ക്രെഡിറ്റ് പീരീഡ്. കാരണം കോസ്റ്റ് എവിടെയൊക്കെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു സമയം കൂടിയാണ് കടബാധ്യതകളിൽ പെടുമ്പോൾ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിരിക്കും, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആയിരിക്കും, സാലറി കോസ്റ്റ് ആയിരിക്കും, റെൻ്റ് ആയിരിക്കും, എവിടെയൊക്കെ വെട്ടിച്ചുരുക്കാനുള്ള ചാൻസുകളുണ്ട്, അത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ക്രെഡിറ്റ് പീരീഡുകൾ കിട്ടുമെങ്കിൽ അത് ബാർഗെയിൻ ചെയ്ത് എടുക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയും ഇവിടെയുണ്ട്. ഇനി ആറാമത്തതും എനിക്കിന്ന് ലാസ്റ്റ് പറയാനുള്ളതും പാർട്ട്ണർ വിത്ത് യുവർ സപ്ലയേഴ്സ് എന്ന് പറയുന്ന പോയിൻ്റാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് നമുക്കുള്ള വെൻഡേഴ്സ്, നമ്മുടെ സപ്ലയേഴ്സുമായിട്ടൊരു ലോങ് ടൈം പാർട്ട്ണർഷിപ്പ് എങ്ങനെ കൊണ്ടുവരാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു 30 ഡേ ക്രെഡിറ്റാണ് നമുക്ക് കിട്ടുന്നത് 100 യൂണിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് വിചാരിക്കുക, 100 പീസോ അല്ലെങ്കിൽ 100 കിലോന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് സൂചിപ്പിക്കാം. ഇത് അവരുമായിട്ടിരുന്ന് സംസാരിച്ച് ചിലപ്പോൾ അതൊരു 90 ദിവസം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ 100ൻ്റെ സ്ഥാനത്ത് 150 എല്ലാ മാസവും എടുത്തോളാം, പക്ഷെ നിങ്ങൾ ഞങ്ങൾക്ക് ഇന്ന ഫെസിലിറ്റി തരണം. ചില ആൾക്കാർ റേറ്റ് കുറച്ച് തരാൻ തയ്യാറാവും, ചിലർ കൂടുതൽ ക്രെഡിറ്റ് തരാൻ തയ്യാറാവും. ഇങ്ങനെ കൂടുതൽ ക്രെഡിറ്റ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, പാർട്ട്നേഴ്സിൽ നിന്ന് ഇത്തരത്തിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഫ്ലോ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാം. കാരണം ഈ ബിസിനസ് ചെയ്യുമ്പോൾ 30 ദിവസത്തിൽ കൊടുത്തിരുന്ന പേയ്മെൻറ്റിന് 90 ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോൾ അതെടുത്ത് പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്ത് മറ്റു പല പേയ്മെൻറ്റുകൾ സെറ്റിൽ ചെയ്ത് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. ബിസിനസ്സിൽ കൂടുതൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പ്രോഫിറ്റ് മാർജിൻ കൂട്ടാൻ പറ്റും, ഇൻട്രസ്റ്റും ലോണും തിരിച്ചടയ്ക്കാൻ പറ്റും, ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ പോയിന്റിനൊക്കെ റെലവൻസി ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്ത് തന്നെയായാലും ഒരു ബിസിനസ്സുകാരൻ ചെയ്യേണ്ടത് ക്യാഷ് ഫ്ലോ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഡെയിലി ബിസിനസ് ഓപ്പറേഷനുള്ള ക്യാഷ് ഫ്ലോ ബിസിനസ്സിലുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഔട്ട്ഫ്ലോയൊക്കെ കൂടുതൽ ഇൻഫ്ലോ വരുന്നു എന്ന് ഉറപ്പുവരുത്താം. നല്ല മാർജിൻ ഉണ്ട് ബിസിനസ്സിൽ നിന്ന് ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം എക്സ്പാൻഷന് പോകേണ്ടത്. ചിലർ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാതെ പോയിരുന്നവർ എക്സ്പാൻഡ് ചെയ്യാൻ പോയിട്ട് തകർന്നിട്ടുണ്ട്. കാരണം വേണ്ടത്ര മാർജിൻ ഇല്ലാത്തതുകൊണ്ടാണ്. നോൺ പെർഫോമിംഗ് അസറ്റുകൾ ഉണ്ടെങ്കിൽ അത് സെൽ ഔട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റുള്ള ബാധ്യതകൾ ആദ്യം മുൻഗണനാ അടിസ്ഥാനത്തിൽ തീർത്തു വരിക. ഡെപ്റ്റ് ഡ്യൂറേഷൻ കൂട്ടി വാങ്ങുക. സപ്ലൈസുമായിട്ട് നല്ല റിലേഷൻ വയ്ക്കുക. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കടബാധ്യത ഉണ്ടാകുമ്പോൾ സാധാരണ ബിസിനസ്സുകാർ ചെയ്യണ കാര്യം ഇതാണ്. അപ്പുറത്തിരിക്കുന്ന ആൾ, അത് ബാങ്ക് ആവട്ടെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാവട്ടെ, അവർ പിന്നീട് അസ്വസ്ഥരാകുകയും റിലേഷൻഷിപ്പിനെ ബാധിക്കുകയും ചെയ്യും. ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് സാഹചര്യങ്ങളെ നേരിടുക. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരില്ല. കാരണം ഇന്നൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ. അത് ബോധ്യപ്പെട്ടും മനസ്സിലാക്കിയും അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഉത്സാഹവും കാണിക്കുക. ഈ കാര്യങ്ങൾ അതിലേക്ക് ചിലപ്പോൾ ഒരു സപ്പോർട്ടീവായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.